അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തു ത്വാഹ അധ്യായം 20 മക്കയിൽ അവതരിച്ചതാണ്. 135 വചനങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ, ഇങ്ങനെയുള്ള വചനങ്ങൾ അലിഫ് ലാം മീം, ത്വാഹ, യാസീൻ തുടങ്ങിയ വചനങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. കേവല അക്ഷരങ്ങൾ എന്നാണ് ഇതിന് പറയുക. ഇതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. രണ്ടാമത്തെ ആയത്ത്, മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ. നബിയെ, താങ്കൾക്ക് നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നത് താങ്കൾ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല. ഇതിന്റെ വിശദീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയായിരുന്നു. അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ജനങ്ങളോട് പറയുകയാണ്. ഈ അവസരത്തിൽ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ തുടങ്ങി. കൊടിയ പീഡനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഏതാനും വിശ്വാസികൾക്കും അനുഭവിക്കേണ്ടി വന്നത്. ഏതാനും വിശ്വാസികൾ മാത്രമായിരുന്നു അന്ന് വിശ്വാസം സ്വീകരിച്ചിരുന്നത്. കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും ആക്രമിച്ച് ജനങ്ങളെ നരകത്തീയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ജനങ്ങളോടുള്ള സ്നേഹം കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് ജനങ്ങളെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, നബിയെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്ന്. ഒരുപാട് പ്രയാസങ്ങൾ മക്കയിൽ ഈ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ നബിക്ക് നേരെ അഴിച്ചുവിട്ടു. അപ്പോൾ നബിക്ക് ഭയങ്കര വിഷമായി, നബി സങ്കടപ്പെട്ടു. ഈ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കുകയാണ് നബിയെ, താങ്കൾക്ക് വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചു തന്നത് താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല കേട്ടോ, ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് അടുത്ത വചനം പറയാണ്. മൂന്നാമത്തെ ആയത്ത്, ഇല്ലാ തദ്കിറത്തൽ ലിമൻ യഖ്ഷ. ഭയപ്പെടുന്ന ആളുകൾക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണ് നബിയെ. ഇതിൽ ഭയപ്പെടുന്ന ആളുകളും ഉണ്ടാകും. നമ്മൾ വിശുദ്ധ ഖുർആന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പരലോകത്തെ പേടിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. അവർക്ക് മാറ്റമുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക്, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ശിക്ഷയെയും ഭയപ്പെടുന്ന ആളുകൾക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. നാലാമത്തായത്, തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്തിൽ ഉല. ഭൂമിയും ഉന്നതമായ ആകാശങ്ങളും സൃഷ്ടിച്ചവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതത്രേ അത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ആരാണ്? ആകാശഭൂമിയുടെ സൃഷ്ടാവാണ്. ആകാശങ്ങൾ, കോടിക്കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളും അടങ്ങിയ ആകാശമണ്ഡലത്തെ സംവിധാനിച്ചവന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അഞ്ചാമത്തായത്, അർ റഹ്മാനു അലൽ അർശിസ്തവ. പരമകാരുണികൻ അർശിന്റെ മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു, സിംഹാസനത്തിന്റെ മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഈ ഒരു ആയത്തിനെ വിശദീകരിക്കുവാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. കാരണം അർശിന്റെ മുകളിൽ ആരോഹണം ചെയ്തിരിക്കുക എങ്ങനെയാണ് എന്നുള്ള ഇതിന്റെ രൂപം നമുക്ക് അറിയില്ല. പക്ഷെ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ പ്രതാപത്തിന് യോജിക്കുന്ന വിധം അള്ളാഹു സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒരു രീതിയിലുള്ള കമ്പാരിസനും അവിടെ പാടില്ല. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ അള്ളാഹു ഇരിക്കുന്നു, ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത്ര മാത്രമാണ്: അള്ളാഹു സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതാപത്തിന് യോജിക്കുന്ന വിധം അള്ളാഹു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ആ രൂപം അറിയാത്തത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന വിധം അള്ളാഹു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് മാത്രമാണ് നാം വിശ്വസിക്കേണ്ടത്. അല്ലാതെ വേറൊരു സൃഷ്ടികളുമായിട്ട് കമ്പാരിസൺ അവിടെ പാടുള്ളതല്ല. ആറാമത്തായത്, ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർളി വമാ ബൈനഹുമ വമാ തഹ്ത സറ. അവനുള്ളതാകുന്നു, ആർക്കുള്ളത്? അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതുമെല്ലാം. അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് അതിനെ പരിപാലിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന് ഉന്നതമായിട്ടുള്ള നാമങ്ങളുണ്ട് എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളും അതേപോലെ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളും കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല. അള്ളാഹ് അറിയിച്ചു തന്നത് മാത്രമാണ് നമുക്കറിയുന്നത്. ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മാത്രമല്ല, അതിന്റെ പരിപാലനം, അതുമാത്രമല്ല അതിന്റെ നിയന്ത്രണം, അതുമാത്രമല്ല അതിന്റെ സംഹാരം എല്ലാം അള്ളാഹുവിനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക.
അള്ളാഹു ആകുന്നു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത്, ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചത്, അതിന്റെ പരിപാലനം, അതിന്റെ നിയന്ത്രണം, അവസാനം ഇതിനെ സംഹരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല, കംപ്ലീറ്റ് നശിപ്പിക്കും. ഇതെല്ലാം അള്ളാഹുവിനുള്ള അധികാരമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സർവശക്തനാണ്, സർവജ്ഞനാണ്. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത് കൃത്യമാണ്, വിശാലമാണ്, സൂക്ഷ്മമാണ്. കൃത്യമാണ്, വിശാലമാണ്, സൂക്ഷ്മമാണ്. അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളതിനെ പറ്റിയും അള്ളാഹ് സൃഷ്ടിക്കാത്ത കാര്യങ്ങളെ പറ്റിയും അള്ളാഹുവിന് പൂർണ്ണമായിട്ടും അറിയാം എന്നുള്ളത് നാം വിശ്വസിക്കണം. അള്ളാഹുവിന് രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയാം. അള്ളാഹുവിന് ഭൂതം, ഭാവി, വർത്തമാനം ഇങ്ങനെ ഇല്ല. എല്ലാം സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും വിശാലമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. അടുത്ത ആയത്ത് വ ഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫ. 7-ാമത്തെ ആയത്താണ്. നീ വാക്ക് ഉച്ചത്തിലാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു രഹസ്യമായതും അത്യധികം നിഗൂഢമായതും എല്ലാം അറിയുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. അള്ളാഹു രഹസ്യമായതും പിന്നെ ഗൂഢമായതും എല്ലാം ഒരേപോലെ അറിയുന്നവനാകുന്നു. 8-ാമത്തെ ആയത്ത് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു അവനല്ലാതെ ഒരു ദൈവവുമില്ല, ഒരു ആരാധ്യനുമില്ല, അവൻ്റേതാകുന്നു എല്ലാം. ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളും അവൻ്റേതാകുന്നു. അവന് ഉത്കൃഷ്ടമായിട്ടുള്ള നാമങ്ങൾ ഉണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരു നന്മ എത്തിച്ചു കൊടുത്താൽ അത് ചെയ്ത ആളുടെ പ്രതിഫലമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.